കാഹളം കേട്ടുണരുന്ന വയനാട്. അനുഗ്രഹദായനിയായി വള്ളിയൂരമ്മ, മോക്ഷവും പേറി പാപനാശിനി ഒഴുകുന്ന നാട്. കാനന ഭംഗിയാൽ സമ്പന്നമായ വയനാട്ടിൽ ലോകപ്രസിദ്ധമായ ഒരു അപൂർവ ശിവക്ഷേത്രമുണ്ട്. ശ്രീ മാനികാവ് സ്വയംഭൂ മഹാശിവക്ഷേത്രം. ഓരോ ഈശ്വരോപാസകനും ഒരിക്കലെങ്കിലും എത്തിച്ചേരേണ്ടിടം. പ്രകൃതി ഇവിടെ ധ്യാനഭാവത്തിലാണ്. വയനാടിൻ്റെ കാനന ഭംഗി ചേർത്തണച്ച് ഓരോ ഇലയിളക്കത്തിലും പഞ്ചാക്ഷരി ജപത്തോടെ ധ്യാനഭാവത്തിലുള്ള പുണ്യവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് ഭക്തിയും വിശുദ്ധിയും ചേർത്തണച്ച മാനികാവ്. മഹാമുനികൾ തപസ്സിരുന്ന മുനികാവ് കാലക്രമത്തിൽ ലോപിച്ച് മാനികാവായി എന്ന് പഴമൊഴി. ഭാരതത്തിലെ ഈ അപൂർവ സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിന് 6000 വർഷത്തോളം കാലപ്പഴക്കം കണക്കാക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭഗവത് ദർശനത്തിനായി ഭക്തർ ഒഴുകിയെത്തുന്ന ഈ മഹാസന്നിധിയിൽ അർദ്ധനാരീശ്വരനായ ഗംഗാധരനായ ഭഗവാൻ ശങ്കരൻ സ്വയംഭൂവായി അനുഗ്രഹം ചൊരിയുന്നു. പ്രകൃതി സ്വയം ജലധാരയായി പുണ്യതീർത്ഥമായി ഭഗവത് ശിരസിൽ അഭിഷേകം ചെയ്യുന്ന ലോകത്തിലെ അപൂർവ ക്ഷേത്രമാണ് ശ്രീ മാനികാവ്. ഈ നാട്ടിലെ വനവാസി സമൂഹം ഹൃദയേശ്വരനായ ഭഗവാനെ, മാനികാവപ്പനെ കാത്തു സംരക്ഷിച്ചു വരുന്നു. മാനികാവ് ശിവക്ഷേത്രം ഏകദേശം 6000 വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന സ്വയംഭൂ ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിയുടെ തന്നെ അഭിഷേകം, ജലധാര സ്വയംഭൂ ശിവലിംഗത്തിലേക്ക് ഏത് കാലത്തും, മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം ഒരേപോലെ വറ്റാത്തൊരു നീരുറവ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഭഗവാന് അഭിഷേകമാണ് ഏറ്റവും ഇഷ്ടം. ജലധാര, എണ്ണ, ഇളനീര്, പാല് ഇതെല്ലാം ഭക്തജനങ്ങൾ കൊണ്ടുവരും. ധാരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടും. ഇവിടെ ക്ഷേത്രത്തിന് ഏകദേശം ഒരു 30-36 ഏക്കറോളം സ്ഥലമുണ്ട്. അത് ഔഷധ സസ്യങ്ങൾ എല്ലാം നട്ടുപിടിപ്പിച്ച് വളരെ പരിപാവനമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും. സ്വാമിനാഥ ഫൗണ്ടേഷനും സോഷ്യൽ ഫോറസ്റ്റും അതുപോലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും എല്ലാം ചേർന്നാണ്, ഇവിടുത്തെ ദേശവാസികളും എല്ലാവരും ചേർന്നാണ് ഈ കാവിനെ സംരക്ഷിച്ചു പോരുന്നത്. നമുക്ക് നമ്മുടെ പൂർവികർ